ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വരും എന്നതാണ് ഒരു പ്രശ്നം. മാർക്കറ്റിൽ ലഭിക്കുന്ന വിദേശ നിർമ്മിത ക്രീമുകൾ അടക്കമുള്ളവയുടെ പുറകെ ഓടുന്നവർ പിൽക്കാലത്ത് അതിൻ്റെ അനന്തരഫലങ്ങളും അനുഭവിക്കുന്നുണ്ട്. നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ ഉയർന്ന വില കൊടുക്കേണ്ടി വരും. എന്നാൽ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രകൃതി നൽകിയ വരദാനമാണ് കറ്റാർവാഴ. നിരവധി ഔഷധ ഘടകങ്ങളാൽ സമ്പന്നമായ സസ്യം. ഇന്ന് നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ വളർത്താൻ സാധിക്കുന്ന കറ്റാർവാഴ രാസവസ്തുക്കൾ ചേർന്ന ക്രീമുകളേക്കാൾ വേഗത്തിൽ നമ്മുടെ ചർമ്മത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ കറ്റാർവാഴ എങ്ങനെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി നമുക്ക് കറ്റാർവാഴ ഇലകൾ നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ ഇലകൾ പതിയെ നമുക്ക് അമർത്തി അതിലെ മൃദുവാക്കിയെടുക്കാം. തുടർന്ന് ഇല രണ്ടായോ അതിൽ കൂടുതൽ കഷ്ണങ്ങളായോ നമുക്ക് മുറിച്ചെടുക്കാം. ഇല പൊളിക്കുന്നതിലും അതുപോലെ തോല് മാറ്റുന്നതിനുമായി ഒരു കത്തി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇലയുടെ രണ്ട് വശവും നമ്മൾ മുറിച്ചെടുക്കുക. നമ്മൾ കൈ ഉപയോഗിച്ച് ഇല രണ്ടായി പിളർക്കുക. ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു കത്തി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഇലയുടെ നടുവിലായിട്ട് നമ്മൾ കീറിയാലും മതിയാകും. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഈ ഇലയിൽ നിന്നും നമുക്ക് നീരെടുക്കാം. ഇലയെന്ന് ഉദ്ദേശിക്കുന്നത് കറ്റാർവാഴയുടെ പോളയാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇലയിൽ നിന്നും ശേഖരിച്ച നീര്, അതായത് കറ്റാർവാഴയുടെ ജെല്ല്, നമുക്ക് ഒരു പാത്രത്തിൽ എടുക്കാം. ഈ ജെല്ല് മുഴുവനും നമ്മൾ മുഖത്ത് പുരട്ടുക. തുടർന്ന് ഈ ഇല കൊണ്ട് നമ്മൾ ഈ കറ്റാർവാഴയുടെ പോള കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ് ഇത് നമ്മൾ മുഖത്തിട്ടതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആഴ്ചയിലും 4-5 ദിവസം ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുഖസൗന്ദര്യത്തിന് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ് കറ്റാർവാഴ. കറ്റാർവാഴ നമ്മൾ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഇന്ന് ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് മാത്രമായിട്ട്, കറ്റാർവാഴ മാത്രമായിട്ട് നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിനു മുമ്പ് എന്നോട് കമൻറ്റിൽ 1-2 പേര് ചോദിച്ചിരുന്നു, കറ്റാർവാഴ ഡയറക്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ഈ രീതിയിൽ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രീതിയിൽ കറ്റാർവാഴയുടെ പോള നമുക്ക് കട്ട് ചെയ്ത് അതിനുള്ളിൽ നിന്നും ജെല്ല് നമുക്ക് എടുത്ത് അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് കറ്റാർവാഴ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ട് ബാക്കി വരുന്നതുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അത് കേടുപാട് വരുത്തില്ല, അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നതാണ്. ഇനി അഥവാ നമുക്ക് വീട്ടിൽ ഇതുപോലെ കറ്റാർവാഴ നമുക്ക് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിന്ന് മാർക്കറ്റുകളിൽ കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല കമ്പനി, ഒരുപാട് ബ്രാൻഡഡ് ആയിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ നല്ല കമ്പനിയുടെ സാധനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. ചിലർക്ക് നമ്മൾ പറയുന്ന ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ചിലപ്പം ചിലരുടെ സ്കിന്നിന് ചിലപ്പം സൂട്ടാവില്ല. അപ്പോൾ അവർക്ക് മറ്റൊരു അഭിപ്രായമായിരിക്കും. അങ്ങനെ ഒരുപാട് കമൻറ്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ചില ആളുകൾക്ക് അത് നല്ലതല്ല എന്നുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് എല്ലാവർക്കും ഒരേപോലുള്ള സ്കിന്നല്ല, പലർക്കും പല രീതിയിലാണ് സ്കിൻ ടൈപ്പ് വരുന്നത്. അതനുസരിച്ചായിരിക്കും നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ അവരുടെ സ്കിന്നിന് മാച്ച് ആകുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന പല നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല പ്രൊഡക്റ്റുകളും ചിലരുടെ സ്കിന്നിന് നല്ല രീതിയിൽ റിസൾട്ട് നൽകുന്നുണ്ടെന്നും ചിലർക്ക് റിസൾട്ടേ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ചിലരുടെ സ്കിന്നിന് നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് അവർക്ക് എഫക്റ്റീവ് ആവുകയും ചിലരുടെ സ്കിന്നിന് അത് പെട്ടെന്ന് അതിനൊരു റിസൾട്ട് കിട്ടാനായിട്ട് താമസമെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു രണ്ടഭിപ്രായം ഒരേ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരേ ടിപ്പിന് വരുന്നതിൻ്റെ കാരണം ഇതാണ്. എല്ലാവരുടെ സ്കിന്നും ഒരേ ടൈപ്പല്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ.
അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ ഡയറക്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഈ കമൻറ്റ് ചോദിച്ചവർക്കും ഈ സംശയമുള്ളവർക്കും തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്കും അറിയാവുന്നൊരു കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും അറിയാത്തവരായ ആളുകൾ ഉണ്ടെന്നറിഞ്ഞത് കൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.